അന്താരാഷ്ട്ര ടെക് കമ്പനികൾ ഒരുമിക്കുന്ന വെബ് സമ്മിറ്റിന് ദോഹയിൽ തുടക്കം. ഖത്തർ പ്രധാനമന്ത്രി സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 4 വരെ നീണ്ടുനിൽക്കും. വെബ് സമ്മിറ്റ് വേദിയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വെബ് സമ്മിറ്റിൻ്റെ 3ാമത്തെ എഡിഷനാണ് ഇന്ന് ദോഹയിൽ തുടക്കമായത്. DECCയിലാണ് ഈ വെബ് സമ്മിറ്റ് അരങ്ങേറുന്നത്. ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി ഈ വെബ് സമ്മിറ്റ് ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി ഈ സമ്മേളനത്തിൻ്റെ ആദ്യ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഇവിടെ വന്നു പോവുകയും ചെയ്തു. ഏതായാലും ലോകത്തുടനീളമുള്ള ടെക് കമ്പനികളിൽ നിന്ന്, അതുപോലെ ഓൺട്രപ്രണർമാരിൽ നിന്ന്, അതുപോലെ മറ്റു ടെക് മേഖലയിലെ ഭീമന്മാരടക്കം 1600-ലേറെ കമ്പനികളാണ് ഈ വെബ് സമ്മിറ്റിൽ പങ്കെടുക്കുന്നത്. How is the experience here? I like it. I super like it. It's improving year over year. Yeah, I like it so much. Yeah, what is the difference of the earlier events? Well, to be honest, nothing is different. It's maybe the people are more engaged right now. They have the awareness that Web Summit it's all about, and they came here for a reason. And I believe when you come to an event and you have a reason, of course, the outcome will be maximized. What are the top priority of you in this event? Of course, I mean cementing my presence in Doha and Middle East especially, and of course leveraging on my network that I have built for the past 2-3 years of version from Web Summit, and of course exploring new opportunities and also building a new network. You're from? From Jordan. Yeah. Living And in Jordan, yes. Yes. Here, No, between Jordan, Saudi Arabia, UAE and Jordan, and of course Doha, Qatar. What are your top priorities in this event? Learning or investors or any other? I think this event, it's the reason why it was made is to bring everyone together, and I feel like we've participated because that's something we go about. So we have a company called Helpy, which is Help Me Help You, and we love to bring everyone together, and it's a community where you can provide services. So I feel like Web Summit is the right place to be. Thank you. How is the experience? So far, yeah, it's very nice. As you can see, it's very crowded, and it's a very nice atmosphere, and it's a nice place to connect with one another. വെബ് സമ്മിറ്റിൽ നിൽക്കുമ്പോൾ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് നമുക്ക് അസിമിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തൊക്കെ കാര്യങ്ങളാണുള്ളത്? മാറുന്ന ദോഹയുടെ പുതിയ മുഖം അനുഭവിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വേദിയാണിത്. ദോഹ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഒരുപാട് ഇവൻസിലും അല്ലെങ്കിൽ ദോഹയെ നോളജ് ബേസ്ഡ് ഇക്കോണമിയിലോട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതിൽ തന്നെ ഒരു ക്രൗൺ ജുവൽ എന്ന് പറയാം. അതിനകത്തുള്ള ഒരു എന്താ പറയുക, പൊൻതൂവൽ കൂടിയാണ് വെബ് സമ്മിറ്റ് എന്ന് പറയാം. കാര്യം ഇത് നോളജ് എക്കോണമിയിലേക്ക് മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും, വെസ്റ്റിൽ നിന്ന് ഒരുപാട് ആൾക്കാർ, ഫൗണ്ടേഴ്സ് ആയിക്കോട്ടെ, ടെക്നോളജിസ്റ്റ് ആയിക്കോട്ടെ, ഇൻവെസ്റ്റേഴ്സ് ആയിക്കോട്ടെ, വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അവരും അതിനോടൊപ്പം ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും. അപ്പം നമ്മൾ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു പോപ്പുലേഷൻ, ഇവിടുത്തെ പോപ്പുലേഷൻ്റെ ഏകദേശം 1/3 വരുന്ന ആൾക്കാരാണ്. അതിൽ തന്നെ ഒരു വലിയ വിഭാഗം, അതിൻ്റെ പകുതിയിൽ കൂടുതൽ മലയാളികളാണ്. അപ്പോൾ ഈ മലയാളികളിൽ തന്നെ ഒരുപാട് ആൾക്കാർ വൈറ്റ് കോളർ ജോബ്, അതായത് പ്രൊഫഷണൽസ് ആയിട്ടുള്ള, പ്രത്യേകിച്ചും ടെക് ഫീൽഡിലുള്ളവർക്ക്, അവർക്ക് ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ടെക് ഫീൽഡിൽ വരുന്നത്, ഇതിൻ്റെ ലീഡേഴ്സിൻ്റെ അടുത്ത് നിന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇൻട്രാക്ഷൻ, പല സ്ഥലങ്ങളിലും വരുന്ന ടെക്നോളജിക്കൽ മാറ്റങ്ങൾ അറിയാനുള്ള സമയം. അപ്പോൾ ഈ മേഖലയിൽ നിൽക്കുന്ന ഏതൊരു മലയാളിക്കും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു, പ്രത്യേകിച്ചും ടെക്നോളജി ഫീൽഡിലോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ഫീൽഡിലോ ഉള്ളവർക്കാണെങ്കിൽ ഇവിടെ വരേണ്ടതാണ്, അത് അനുഭവിക്കേണ്ടതാണ്. അതിൻ്റെ അനുഭവങ്ങൾ പങ്കിട്ട് അതൊരു ഒരുപാട് മുതൽക്കൂട്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. ലോകത്തുടനീളമുള്ള ടെക് കമ്മ്യൂണിറ്റികൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇവൻ്റായി വെബ് സമ്മിറ്റ് മാറിയിട്ടുണ്ട്. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ്, മീഡിയ 1.